നമ്മുടെ കേബിൾ കാർ വന്നിട്ടുണ്ട് ചേട്ടാ. നമുക്ക് നേരെ ഒരു വ്യൂ നോക്കിയാ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. സൂര്യൻ അങ്ങനെ ഉദിച്ച് വീടിൻ്റെ മുകളിൽ കണ്ട ഫുള്ള് ഇപ്പൊ പറന്നു വന്നിരുന്നാട്ടാ. ആടിൻ്റെ തോല അല്ലേ? എന്തിനാണ് നേപ്പാൾ ബസ്സൊക്കെ ഇത്രയും വലിയ ഓഫ് റോഡ് കയറി വന്നിട്ടാ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടില വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂരി വില്ലേജ് എത്തി. കൂരി വില്ലേജിൽ എന്താ മഞ്ഞുമലൻ്റെ ഒരു കിടില വ്യൂ പോയിന്റ് കാണാതെ ഇപ്പോൾ സമയം ഒരു 6 മണിയായില്ലേ സക്കു? സമയത്രയും 5:42 കേട്ടാ. 6 മണി ആയിട്ടില്ല, 6 മണി ആകണേ ഉള്ളൂ. അപ്പം നേരം വെളുത്തു. അപ്പോഴേക്ക് നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം 5:50 സൺറൈസ് അല്ലേ? ഇത്തിരി നേരത്തെ ഇവിടെ ആകുന്നുണ്ട് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഇനി കാണാൻ പോണേ ഉള്ളൂ. നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. എന്താണ് മഞ്ഞുമലൻ്റെ വ്യൂ പോയിന്റ് കാണാൻ. ഇതിപ്പോൾ അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പുണ്ട്, കുളിക്കാനൊന്നും പറ്റിയില്ല. പല്ലൊക്കെ തേച്ചപ്പോൾ തന്നെ പല്ല് ഒരുമാതിരി സീനാണ്. എല്ലാവരും വരുന്നേ ഉള്ളൂ, എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ആ മല ഒരു 600 മീറ്റർ അവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. പിന്നെ നമ്മൾ വന്ന റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വിചാരിക്കണമല്ല ഏട്ടാ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും ബ്രീത്ത് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി. ഭയങ്കര എഫക്റ്റീവായിട്ട് നമ്മൾ നല്ല ഉയരത്തിലാണ്. എത്ര ഫീറ്റ് ഉയരത്തിലാണെന്ന് എനിക്കറിയില്ല. അത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ബ്രീത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അക്കുവിന് ഇന്നലെ തൊട്ട് ബ്രീത്തിങ് പ്രോപ്പറായിട്ട് സംസാരിക്കാനും സ്ട്രെയിന് കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമായി തീരുന്നുണ്ട്. കൂരി വില്ലേജിൻ്റെ ഒരു മൊത്തം വ്യൂ പോയിന്റ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ശരിക്കും സ്നോഫോളുള്ള എനിക്ക് തോന്നുന്നു 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞും ആ ഒരു കാഴ്ചകളൊക്കെ ആയിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ നിന്നൊക്കെ. കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ ഇനിയും പോകണം മോളിൽ പോയാലും മഞ്ഞുമല കാണുള്ളൂ. അവിടെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. അതാ അങ്ങ് കാണുന്നുണ്ട് നിങ്ങൾ ആ ഏരിയ. അതൊക്കെ മഞ്ഞുമലകളാണ്. അടിപൊളിയിട്ടതാ ആ ഒരു ഏരിയ കാണുന്നുണ്ട്. അത് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ആ കണ്ണൊക്കെ മഞ്ഞുമലകളാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും കൂടെ മോളിൽ പോകുമ്പോൾ ഇവിടെ അടുത്ത് കാണും. കണ്ടു ഒരു മഞ്ഞുമലൻ്റെ വ്യൂ നോക്കിയാൽ ഈ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടാ. ഇവിടെ നിന്ന് ആ മഞ്ഞുമലകൾ കാണണ്ടല്ലോ നിങ്ങൾ. എന്താക്കോ തളർന്നാ? സംസാരിക്കാനൊന്നും കഴിയില്ല കേട്ടോ, അമ്മാതിരി സീനാണ്. മഞ്ഞിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ നമ്മൾ കുതിരയുടെ സൈഡിലൂടെ മന്ദം നടക്കുകയാണ് സുഹൃത്തുക്കളെ. തീരെ വയ്യ, ഭയങ്കര ടയേർഡ്. കുറച്ച് നടക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കാഴ്ച നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഏകദേശം ആ ഒരു ഏരിയയിലായിട്ട് വരും കേട്ടോ. ഇവിടെ നിന്ന് അതിൻ്റെ വ്യൂ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് ഈ പോക്ക്. ഒരു രക്ഷയില്ലട്ടാ, സംസാരിക്കാൻ വയ്യ. ആ ഒരു ഏരിയയിലാണ് മൗണ്ട് എവറസ്റ്റ് വരുന്നത്. അതാണോ അതോ ഇതാണോ എന്നറിയില്ല. ഏതാണെങ്കിലും ആ ഒരു ഏരിയ. ഇപ്പോൾ ഈ മലമറിച്ച് കാണാത്താണോ എന്നറിയില്ല. പക്ഷെ കിടിലൻ വ്യൂ കേട്ടോ, കിടിലൻ വ്യൂ. സൂര്യൻ വരുന്നില്ല. ഇവിടുത്തെ ഒരു കിടിലൻ ടൈം ലാപ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടുത്തെ ആദ്യം 360 ഡിഗ്രി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ആ ഒരു ഏരിയയിൽ അത്യാവശ്യം മഞ്ഞുമലകളുണ്ട്. അത്യാവശ്യം നല്ല കിതയ്ക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമുക്ക് ബ്രീത്ത് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരുപാട് എഫേർട്ട് ഇടുമ്പോൾ ഭയങ്കര പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയക്ക് താഴേക്ക് നോക്കി ഞങ്ങൾ വൻ ഡേഞ്ചർ ചെയ്തിട്ടാ. അടിപൊളി എൻ്റെ മോനെ. അപ്പം എന്തായാലും ഞങ്ങൾ അവിടെ നിന്നിട്ട് കിട്ടുന്ന ഒരു ടൈം ലാപ്സ് കാണിച്ചു തരാം. നോക്കി
ശരിക്കും ഇത് ബ്യൂട്ടിഫുൾ ആണെന്ന്. സൂര്യൻ അങ്ങനെ ഉദിച്ച് മേലെ ആകാശത്തിലേക്ക് ഉയർന്നു വന്നു. ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ആ ഒരു ഏരിയയിലാണ്. എനിക്കൊന്ന് സൂര്യൻ കുറച്ചും കൂടെ പൊന്തി ഈ സൈഡ് ലൈറ്റ് അടിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. ആ ഒരു ഏരിയ അടിപൊളിയായിട്ട് കാണാൻ തുടങ്ങിയിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട്, അച്ചു വിനീതേട്ടൻ അക്കുവിനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അനുവിനാണെങ്കിൽ തീരെ വയ്യ. ബട്ട് എന്നിരുന്നാലും ഇവിടം വരെ വന്നിട്ട് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാട്ടോ അനൂപ്. അപ്പോൾ ആ ഒരു ഏരിയ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് കിടിലം നല്ല നല്ല ഫോട്ടോസ് എടുക്കണം, നല്ല നല്ല വീഡിയോസ് എടുക്കണം. ഗുഡ് മെമ്മറി അല്ല, അടിപൊളി സൺസെറ്റ് ആയിരുന്നു. ഇന്നത്തെ ഡേ എന്തായാലും പൊളിക്കും, പവറാക്കും. ഇന്നലെ പോയി നേരത്തെ കിടന്നുറങ്ങി, ക്ഷീണമൊക്കെ മാറ്റി. ബട്ട് എന്നിരുന്നാലും ശ്വാസത്തിൻ്റെ ഉള്ളത് കൊണ്ട് മാത്രം ഒരു ഇത്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ് ഇന്നത്തെ ഡേ. വെരി 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 ബ്യൂട്ടിഫുൾ. ഇപ്പം ഏകദേശം ആ മഞ്ഞുമലകളിൽ അത്യാവശ്യം വെയിലടിച്ചു തുടങ്ങി. അടിപൊളിയായിട്ട് ഗോൾഡൻ കളറിൽ കാണുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വില്ലേജില്ലേ നേരെ കാണാൻ ഏരിയട്ടതാ അവിടെ ഫുള്ള്. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വില്ലേജ്. ഇനി ഇറങ്ങാം, ലെറ്റ്സ് ഗോ. അക്കോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാണെന്ന് ഞാൻ. അയ്യോ എത്ര ഫോട്ടോ എടുക്കുന്നറിയോ, എടുത്ത് കൂട്ടുകയാണ്. അക്കു പറ അടുത്ത പഠിക്കാം, അക്കു ചേട്ടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ പവറാണല്ലോ. അടുത്ത പഠിക്കാം ഫോട്ടോയാ, ഫോട്ടോ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അടുത്ത പഠിക്കാം പറ, പോയി നോക്കാം. അപ്പോൾ ഓക്കെ പോയി പ്ലാൻ ആക്കാട്ടാ. ഫുള്ള് മഞ്ഞാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ആ മലിൻ്റെ മുകളിൽ കേട്ടോ വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പോയത്. അടിപൊളിയായിരുന്നു. കണ്ട് തിരിച്ചിറങ്ങി. എനിക്ക് തോന്നുന്നു ആരും ഇല്ല, അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ അതിൻ്റെ അപ്പുറം സൈഡ് വേറെ 2 ഏട്ടന്മാർ വരുന്നുണ്ടായിരുന്നു, 2-3 ചേട്ടന്മാർ. അപ്പോൾ അവർ ഇറങ്ങിപ്പോയി. വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കിതാ ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റണില്ലേ, അങ്ങ് കാണാൻ പറ്റുന്ന ഒരു കേബിൾ കാറാട്ടോ. പറ്റിയ നമ്മളെ പരമാവധി നമ്മളെ കേബിൾ കാറിൽ കയറാൻ പറ്റുമെന്നൊന്ന് നോക്കുന്നുണ്ട്. എനിക്കൊന്ന് 600 രൂപ റേറ്റ് എന്തോ പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊരു 400-420 രൂപേൻ്റെ അടുത്ത് വരും. ഇതൊരു ഹോട്ടലാണ് കൊണ്ട് കേട്ടോ. ഏതാ JCB ഇതൊക്കെ ഇങ്ങോട്ട്. ഇത് ഇത്രയും വലിയ ഓഫ് റോഡ് ഒറ്റയ്ക്ക് കയറി വല്ലോ, അല്ലാണ്ട് വണ്ടിയിലൊന്നും കയറ്റിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ട്രാക്ടറൊക്കെ ഉണ്ടോ, പക്ഷെ അത് ഓഫ് റോഡ് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ കേബിൾ കാറിൻ്റെ ഒരു ഇത് നമുക്ക് നേരെ കാണാനല്ലേ ഞാൻ കാണിച്ചു തരാം. അതാണ്ടാ ആ കാണുന്ന കേബിൾ കാറാട്ടാ, കണ്ടതാ അവിടെ നിന്ന് ഇങ്ങനെ കേബിൾ കാറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ കേബിൾ കാർ എടുക്കാം. വെയിലുള്ള ഇരുത്തിയിരിക്കാം, നോക്കിയാ. ഹായ്, എന്താ അത് ചായയൊക്കെ വെച്ചിട്ട് വെയിലത്തിരിക്കുന്നുണ്ടല്ലേ, കണ്ട. ഹായ്, അവളിങ്ങനെ നോക്കട്ടെ പേടിച്ചിട്ട് ഇത് ആരത് എന്താണെന്ന്. കല്ലൊക്കെ എന്താണോ ഇങ്ങനെ ഒരു കറുപ്പ് കളർ നോക്കടാ. ഒറിജിനൽ കല്ലേ അല്ല, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കരിങ്കല്ലല്ല, പക്ഷെ ബലമുണ്ട് കേട്ടോ. എന്തിനാണ് നേപ്പാളിൽ നിന്ന് കൊടുന്നാണെന്ന് പറഞ്ഞിട്ടാ. ഒരു ചെറുത് കൊണ്ടുപോകണം, നല്ലതാണ്. ഒരു മെമ്മറിക്കൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെ ഭയങ്കര മെമ്മറബിളായിട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്, നാട്ടിലൊന്നും കിട്ടാത്തതല്ലേ. കല്ല് ഫുള്ള് കണ്ടോ നിങ്ങൾ, ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കൽക്കരിൻ്റെ പോലെയുള്ള ഒരു സാധനമൊക്കെ. അത് നമ്മുടെ വീടെത്തിയിട്ട് കേബിൾ കാർ പോകണുണ്ടല്ലേ, നിങ്ങൾ ബാക്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത റിസോർട്ട് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ആ ഒരു ജീപ്പിലാണ് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 850 രൂപ ഒരു റൂമിന്, മൊത്തം 1000 സംതിങ് റൂമിന് വരും. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഹോട്ടലാണ്, എല്ലാം ഉണ്ട്, അങ്ങനെ വൈഫൈ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു 500-600 രൂപേൻ്റെ അടുത്ത് വരുള്ളൂ കേട്ടോ റൂം. ഈ വണ്ടിയിലട്ടോ നമ്മൾ ഇന്നലെ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ ഫുള്ള് ബാക്കിലിട്ട്, അതുപോലെ നമ്മുടെ ഡ്രൈവർ ശ്യാംബായി ബാക്കിൽ കയറി, ബാക്കി ഞങ്ങളെല്ലാവരും ഫ്രണ്ടിൽ കൊണ്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇതാട്ടാ. ഇപ്പോൾ വീണേ ഞാൻ ഇതിൻ്റെ ഒരു റിസപ്ഷൻ ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത് നേരെ പോവാം. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കിടിലൻ വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ അപ്പുറത്ത്. അതുപോലെ ഇവിടെ കോമൺ ബാത്റൂം വരും കേട്ടോ. ഇവിടെയൊക്കെ റൂമുകളാണ്. ഇതൊരു ടോയ്ലറ്റ്, അതുപോലെ അതൊരു ടോയ്ലറ്റ് കേട്ടോ, കോമൺ ആയിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ റൂമുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ ഒരു റൂം, ഇവിടെ ഒരു 1, 2, 3 ബെഡ് ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ഒരു റൂം, 1, 2, 3, 4 ബെഡ്റൂം ഉണ്ട്.
അപ്പം ഇതാണ് എനിക്ക് തോന്നുന്നു 500 രൂപേൻ്റെ ഉള്ളിൽ എന്തോ വന്നിട്ടുള്ളൂ, 500 രൂപേൻ്റെ അടുത്തെന്തോ വന്നിട്ടുള്ളൂ റൂമിന്. ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ബാക്ക് വശം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, പറ്റിയ കുളിക്കണം. ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ. കേബിൾ കാറിനാണ് അച്ചു വരുന്നില്ല കേടാ, അച്ചുല്ല, ജിഷ്ണുല്ല, അനൂപില്ല കേട്ടാ. ഞാനും അക്കും കൂടെ കേബിൾ കാർ കാണാൻ പോകാന്നുള്ള, അല്ല കേബിൾ കാറിൽ കയറാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ മെല്ലെ നടക്കണം, അവർ ഫുള്ള് ടയേർഡാണ്, തണുപ്പ് ഒരു രക്ഷയില്ല. അവരെന്തായാലും അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് നേരെ കേബിൾ കാർ കാണാൻ പോകാം. വിനീതനാണെങ്കിൽ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ കയറണം, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടാ. ഈ ബസ്സൊക്കെ ഇത്രയും വലിയ ഓഫ് റോഡ് കയറി വന്നിട്ടാ. നിങ്ങൾ ഓഫ് റോഡ് ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്നാലും ഫുള്ള് നൈറ്റ് ആയതുകൊണ്ടാണ് ഓഫ് റോഡ് വീഡിയോസ് ഒന്നും അധികം എടുക്കാതിരുന്നത്. എന്നാലും നൈറ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ നൈറ്റിൽ കുറച്ച് റോഡിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ എപ്പിസോഡിൽ അധികമില്ല, നമ്മളിനി തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിയൽ വ്യൂ നിങ്ങൾക്ക് കിട്ടുക. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്കും വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നാട്ടിന് എന്താ തോന്നുന്നു ये क्या दीदी, हेलो हाय, ये क्या? ആടിൻ്റെ തോല അല്ലേ, ആടിൻ്റെ തോല്. എനിക്കാണ് ഒരു പൊതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർ വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ, അതിനെ എന്നാൽ ഡ്രൈ ആക്കി എടുക്കണം. ആട്ടിൻ്റെ തോല് എന്തെങ്കിലും കാഴ്ചകളാണ് കേട്ടോ. കുരി വില്ലേജ് ശരിക്കും അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കുരി വില്ലേജ് കൊണ്ട് കുറച്ചും കൂടി ട്രഡീഷണലായിട്ട് നിൽക്കുന്ന വലിയൊരു സംഭവമാണ്. അല്ല ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ഈ അക്കുവിനെ ഞാൻ ഒട്ടിക്കും കേട്ടോ. അപ്പോൾ വീഡിയോസ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഞാൻ പണ്ട് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള, കാരണം അങ്ങനെയാണ് ഇവിടെ ഉള്ളത്, അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് കുറേ മാറ്റങ്ങളും കുറേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വന്നു എന്നാണ് പറയണ കേൾക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ഹോട്ടൽ അല്ല, ഇപ്പോഴാണല്ലോ അവർക്ക് എന്താണ് ഇതിൽ വരുമാനം വന്നു തുടങ്ങിയത്. പക്ഷെ പണ്ടത്തെ അവർ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. ആരെയും കണ്ടിട്ട് ഒന്ന് റിസർച്ച് ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചെയ്ത് നോക്കണം. അവിടെ കേബിൾ കാർ അങ്ങ് കാണുകയാണ്, നിങ്ങൾ പൊളിക്കും. വീടിൻ്റെ മുകളിൽ കണ്ടോ ഫുള്ള് ഇപ്പം പറന്നു വന്നിരുന്ന കേട്ടോ. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കൊണ്ട് കേട്ടോ. അവൻ്റെ അമ്പലത്തിൽ അല്ല ബുദ്ധിസ്റ്റുകൾ ഇരിക്കണ എന്തോ ഒരു സംഭവമാണ്. ആഹാ, ഇത് പോയി നോക്കാൻ പറ്റും. ഇത് അവരുടെ ഡ്രസ്സ് കണ്ടില്ലേ നിങ്ങൾ, വീട്ടിലല്ലോ ഒടിച്ചിട്ട് അതിൻ്റെ ഡെക്കറേഷൻ നോക്കി സൈഡ് അടിപൊളി. ഇത് പണിയെടുക്കാനുള്ള ആലോചിച്ച് നോക്കിയാൽ ആ സ്ട്രെച്ചർ പണിയെടുക്കാൻ അടിപൊളി ബിൽഡിങ് ഇട്ടത്. പഴയതാണ്, പണ്ടത്തെ. ഇത് ലോഡ്ജാണ് പഴയത്. അവിടെ ആ ഡ്രസ്സ് കണ്ട ബുദ്ധിസ്റ്റ് ആയിട്ട് അവൻ്റെ ടെമ്പിൾ കാർ കാണാം. അതിൻ്റെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ മേടിക്കേണ്ട സാധനങ്ങളാണ്, അവൻ്റെ പൂജാകർമ്മങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെയോ. അപ്പോൾ അങ്ങ് നമ്മുടെ വിനീതേട്ടൻ മെല്ലെ മന്ദം നടന്നു വരുന്നുണ്ട് സുഹൃത്തുക്കളെ. ബിൽഡിങ് നോക്കിയാൽ ഞങ്ങൾ, ബിൽഡിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വീടാണ് ഫുള്ള്. ഇത് അങ്ങനത്തെ നോർമൽ കല്ലെടുക്കുക, അടുക്കി വെച്ച് അതിൻ്റെ അടിയിൽ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. എന്നിട്ടാണ് കേട്ടോ ഇത് ഫുള്ള് കെട്ടിയിരിക്കുന്നത്. ഏതായാലും അവരെ കൺസ്ട്രക്ഷൻസിൽ അക്കു എഞ്ചിനീയർ അല്ലേ എടാ, ടിപ്സൊക്കെ എടുത്തിട്ട് പോയിട്ടില്ലേ? കളി തന്നെ. അക്കുവിൻ്റെ ടൈൽസായിട്ട് ഉപയോഗിക്കുന്ന ഈ കല്ല് കൊണ്ടിട്ടാ ആ കല്ലൊക്കെ കട്ട് ചെയ്ത് മിനുസാക്കി എടുക്കണ്ട. ഏതിൽ അങ്ങനെ വെക്കാം. പക്ഷെ അത് എനിക്കൊന്ന് ഒന്നും കൂടെ മാർബിൾസ് പോലെ ഉപയോഗിക്കാൻ പറ്റിയ കല്ലുകൾ കേട്ടാ. അത് കട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ കല്ലുകളല്ലേ? അതവൻ കട്ട് ചെയ്ത് മിനുസ് ആക്കിയിട്ട് ടൈൽസ് മാതിരി ആക്കി എടുക്കാണ്. നോർമൽ കല്ല് നമ്മളതുപോലെ ഇഷ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഗാർഡനില് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടേക്കോ കണ്ടിട്ടുണ്ട്. നല്ല റേറ്റ് ആയിരിക്കില്ലേ? അതൊക്കെ അത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്. ഇതൊക്കെ അവര് ലോക്കലായിട്ട് അവിടെ വരുമ്പോ അതിന്റെ പ്രോപ്പർ അടിപൊളി സാധനങ്ങള് അവരെത്തിച്ചു തരും അല്ലേ? ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. വേറൊരു വ്യൂ പോയിന്റ് എത്തിയിട്ട് നമ്മൾ നേരത്തെ കണ്ട മലനിരയാണ്. ഇവിടെ നിന്ന് ഒന്നും കൂടെ വിസിബിൾ ആണ്, അടിപൊളിയായിട്ട്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. കണ്ടു ഞാൻ. പിന്നീട് അത് കേബിൾ കാറിൽ പോകുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എനിക്കൊണ്ട് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അവിടെ വരുന്നത് കേട്ടോ. നേരെ അവിടെ പോയിട്ട് ടിക്കറ്റ് നോക്കാം. ഞങ്ങൾ അവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നേപ്പാളിക്കാർക്ക് 600 രൂപ വരിക, നേപ്പാളി പൈസ. ഇന്ത്യക്കാർക്ക് 800-900 അടുത്ത് വരുന്ന പറഞ്ഞ്. പോയി ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചു നോക്കാം കേട്ടോ എത്ര വരുന്നത്. ഇന്ത്യക്കാർക്ക് റേറ്റ് കൂടുതലാണ് കേട്ടോ. കണ്ടോ 960 വരുന്നു. പിന്നെ പുറത്തുനിന്ന് ഭയങ്കര പിന്നെ വെയിറ്റ് കൊണ്ടുപോകാനൊക്കെ കേട്ടോ, ഗുഡ്സ് കൊണ്ടുപോകാനൊക്കെ ഉണ്ട് അല്ലേ?
ആടിനൊക്കെ കൊണ്ടുണ്ട് ആർക്കും മറ്റേ അവിടെ പ്രൈസ് ലിസ്റ്റ് ആട്ടാ. നോർമൽ ഇവിടെയുള്ള ആൾക്കാർക്ക് സ്റ്റുഡൻസിന് 500, അതറിയില്ല എന്താണെന്ന്. എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുക്കാം. ശരി പറയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു 960 വരും. 960 പറയുമ്പോൾ 2000 സംതിങ് വരും. നമ്മുടെ കയ്യിൽ നേപ്പാളി കറൻസി കുറച്ച് കുറവാണ് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യുന്നത് വരുന്നത് ഫീറ്റ് ഇവിടെ അളവെടുത്തിട്ടാണ് കുട്ടികൾക്ക് കിട്ടാം. കറക്റ്റ് സ്ട്രിക്റ്റ് ആണ്. കറക്റ്റ് ആ ഹൈറ്റ് നോക്കിയിട്ട് വെയിറ്റിനാണ്. അല്ലാണ്ട് പ്രായം ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 6 വയസ്സായി അപ്പോൾ കുട്ടി നല്ല വലുതായിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറാൻ കഴിയില്ല. വെയിറ്റിനാണ്. കറക്റ്റ് കുട്ടികൾക്കുള്ള ഇത് അളന്നിട്ടേ എടുക്കുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗൂഗിൾ പേയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഗൂഗിൾ പേയിൽ അയക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളത് ആക്ടിവേഷൻ ചെയ്യണം. നമ്മൾ കൺട്രിക്ക് വരുമ്പോൾ തന്നെ അത് ഞങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, ചോദിച്ചോട്ടെ വിനീതൻ്റെ നിന്ന് അയക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞങ്ങളുടെ ക്യാഷ് ആയിട്ട് കുറവാണ്. നേപ്പാളി 2100 എന്തേ ഉള്ളൂ. 2800 സംതിങ് വരുന്നുണ്ട്. അതാണ് നമ്മൾ കേബിൾ കാർ ടിക്കറ്റ് എടുത്തിട്ടാ. വിനീതൻ്റെ ബാങ്ക് ഓഫ് ബറോഡ അല്ലേ നിങ്ങളുടെ? അതിൽ ആക്ടിവേഷൻ ചെയ്യണമല്ലേ മുന്നേ? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ നേരത്തെ? പിന്നെ അത് ഓഫ് ചെയ്തിട്ടു, പിന്നെ വീണ്ടും ഓണാക്കി. അപ്പോൾ എല്ലാവരും ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യണവർ അങ്ങനെ ചെയ്താൽ മതി. എൻ്റെ ഇനി 7 days ആക്ടിവേഷൻ ചെയ്യണം. അപ്പോൾ വിനീതൻ്റെ നമുക്ക് അയക്കാം. നമ്മൾ ഗൂഗിൾ പേയിൽ ഒരു നേപ്പാളി ഇത് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നേപ്പാളി എമൗണ്ട് അടിക്കാൻ വരും. അടിയിൽ എത്ര രൂപയാണ് ഇന്ത്യൻ പൈസ എന്ന് കാണിക്കും. അത് ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും വിനീതൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. നമ്മൾ കേബിൾ കാർ എടുത്തു. കാറ് വരുന്നുണ്ട്. നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. വിനീതേട്ടൻ പറയുന്നത് മലമ്പുഴ, ഞങ്ങളുടെ നാട്ടിലുള്ള മലമ്പുഴയിൽ പോലും കേബിൾ കാറിൽ പോയില്ല. പക്ഷേ ഇത് മലമ്പുഴ പോലെയല്ല. ഇത് വേറെ തന്നെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. സാധനം വരട്ടെ, നമുക്ക് കയറാം. കാഴ്ചകൾ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നമ്മുടെ കേബിൾ കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ കയറാം. അടിപൊളി എന്തായാലും കയറി. എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയക്ക് എത്തുമ്പോൾ ഉള്ള വ്യൂ അതിന് വേണ്ടി ഞാൻ എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എക്സൈറ്റഡ് ആണ്. ആ ഒരു ഏരിയ എത്തുമ്പോൾ വ്യൂ. അതിൻ്റെ ചക്രമൊക്കെ നോക്കിയോ. അടിപൊളി കേട്ടോ. അതിൻ്റെ ഫങ്ഷൻസ് എന്തായാലും അടിപൊളി. കാരണം ഇത്രയും ലോങ് അതൊരു നിസ്സാരമാണല്ലോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിലേക്ക് വേറൊരു റൂട്ട് കാണുന്നത്. നമ്മൾ ആ വേറൊരു കാലത്ത് വ്യൂ പോയിന്റ് പോയപ്പോൾ അങ്ങോട്ട് ആ ഇതാ കണ്ടിട്ടാ. അപ്പോൾ നമ്മളെന്തായാലും കയറുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. പൊളിയല്ലേ, പൊളിക്കല്ലേ? ആടുണ്ട് അല്ലേ? ഓക്കെ ഇന്നട്ടാ വീട്ടിലും കാഴ്ചയായിരിക്കും. ഒരു രക്ഷയില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലേ കേബിൾ കാറ്? നല്ല എക്സ്പീരിയൻസ്. അത് ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് പോയ അത് കിടിലൻ എക്സ്പീരിയൻസ്. മലമ്പുഴയൊക്കെ പോയാലും നമുക്ക് അത്ര ഒരു വലിയ വൈബൊന്നും കിട്ടൂല മലമ്പുഴ പോയാലും. പക്ഷെ ഇത് വേറെ തന്നെ കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അടിപൊളി. ഓ ഇനി എന്തൊക്കെ വ്യൂ ഒക്കെ കാണാൻ കിടക്കുന്നു. അപ്പൊ ഓക്കെയല്ലേ? അനൂപ്, ജിഷ്ണു, അച്ചു അവര് നല്ല മിസ് ചെയ്ത്. വീഡിയോസ് കാണുമ്പോ ചിലപ്പോ അവർക്ക് മനസ്സിലാവും. കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. മഞ്ഞാലത്തുള്ള സീനാണ് ഇതില്ലേ. സ്നോഫോൾ ഉണ്ടാകാൻ പറ്റൂല. അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ അതിന് ഞാൻ ചുവട്ടിൽ കുറെ പൂജാ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നില്ല. അതൊക്കെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കണേട്ടാ. എനിക്കൊണ്ട് ഇത് സ്റ്റാർട്ടായില്ലേ. ഇത് അറ്റ് എ ടൈം ഒന്ന് അവിടെ എത്തും, ഒന്ന് അവിടെ എത്തും. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇറങ്ങണം, അവിടെ നിന്ന് റിട്ടേണുള്ള ആൾക്കാർ കയറണം. അങ്ങനെ ചേട്ടാ ടിക്കറ്റ് അങ്ങനെ മൂവ് ആയിട്ടാ വേറെ തന്നെ ലോകത്തിലോട്ട് പോവാണ്. നമുക്ക് ഇതിന്റെ വ്യൂ പോയിന്റ് ശരിക്കും കിട്ടുമോ എന്നുള്ളത്. ഇത് തുറക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിയാ നമ്മുടെ മഞ്ഞുമലകള് അടിപൊളി. ഇത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് വ്യൂ കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഡൗട്ട്. എന്തായാലും അടിപൊളി. ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് ഡോറാണ്. ഇരിക്കേണ്ടി വരും. അവിടെ നിൽക്കാൻ പറ്റില്ല. അടിപൊളി കാഴ്ച നോക്കിയാ. ഒരു വ്യൂ നോക്കിയാ അടിപൊളി. നല്ല പേടിയില്ല സീനിട്ടാ. നോക്കിയാ അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ. നിങ്ങൾ ഇവിടെ നോക്കിയതാ. എന്റെ മോനെ അങ്ങ് പോയാ പോയി. അവിടെ കുരി വില്ലേജ് എന്റെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങണ്ട. കുരി വില്ലേജ് നോക്കിയാ അടിപൊളിയായിട്ട് എന്റെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങ. അടിപൊളി സെറ്റ്. ആ കാണുന്നല്ല നമ്മളെ കാലത്ത് ഒരു വ്യൂ പോയിന്റ് കാണാൻ കയറിയ മല അതാണ് കേട്ടോ ആ കാണുന്നത്. എന്തായാലും പേടിട്ടാ. നമ്മുടെ ഓപ്പോസിറ്റ് ഏറ്റവും പൊന്നെ ഇത് നോക്കി ഞങ്ങള്. അതാ ഓപ്പോസിറ്റ് കാരണം വരുന്നുണ്ടാ. അയ്യോ അവരതാ പോണേ. അതാ പോണേ. ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നടന്നെത്തുമ്പോഴേക്കൂല്ലേ നേരം വിളിക്കൂട്ടാ. അവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുണ്ടോ? ആ ഒരു റിഫ്ലക്ഷൻ കണ്ട ചെറിയ മഞ്ഞ് വീണിട്ട് അടിപൊളിയായിട്ടുണ്ട്.
അതായത് ഒരു രക്ഷയില്ലല്ലേ. അത് നോക്കി അങ്ങോട്ട്. പക്ഷെ എൻ്റെ മോനെ സ്റ്റെപ്പ് കാണുന്നുണ്ടാവും. ഇതൊക്കെ നടന്ന് കയറുമ്പോൾ എത്ര സമയം എടുക്കൂട്ടാ. ഈ കാണുന്ന നടന്നുകൊണ്ട് വഴിയാട്ടെ ഇങ്ങനെതാ. അവിടെ കുറെ ആൾക്കാരെ ട്രെക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കേണ്ടതാ. ആ ഹാ ഹാ അതെ അതെ. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി. അതെന്നാ ഓക്കെ. അങ്ങനെ നമ്മളിതാ ഇറങ്ങാനായിട്ടാ. നോക്കിയാ ബാക്ക് അടിപൊളി വ്യൂട്ടാ. ഒരു രക്ഷയില്ല മോനെ. നമ്മ അങ്ങെത്തി എന്റെ പൊന്നെ. നമ്മളെത്തിട്ടോ മെല്ലെ ഇറങ്ങാം. അല്ല അത് നിൽക്കാനൊരു ഇതുണ്ടാവും. ഓക്കെ എന്റെ പൊന്നെ. അങ്ങനെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയാൽ കിട്ടില്ല. നമ്മുടെ വില്ലേജ് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ഒരു രക്ഷയില്ലാത്ത വ്യൂട്ടാ. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ നോക്കിയാ എന്താ പറയാ. നമ്മുടെ റൂം ഏകദേശം ആ ഒരു ഏരിയയിൽ ആ സെൻട്രൽ അവിടെ. ഇതാണ് കൂരി വില്ലേജ്. കൂരി വില്ലേജിൻ്റെ കിടിലം വ്യൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം കേബിൾ കാർ എടുക്കണം. കേബിൾ കാർ എടുത്തില്ലെങ്കിൽ വൻ നഷ്ടമാണ്. അത് നിങ്ങൾ വന്നെടുക്കണം. അത് മഞ്ഞുള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും അടിപൊളിയാണ്. കേബിൾ കാർ മസ്റ്റ് വ്യൂ. കാരണം ഇന്ത്യൻ പൈസ നമുക്കൊരു 650 എത്ര പറഞ്ഞാക്കൂ 960 രൂപ. നേപ്പാളി 960. അതൊന്നും നോക്കണ്ട. നമ്മുടെ നാട്ടിലൊക്കെ റേറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടുമില്ല. അപ്പം നമ്മളെന്തായാലും ഈ വ്യൂ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ. ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് എവറസ്റ്റിൻ്റെ വ്യൂ കാണാം. അതാണ് നമുക്ക് ഇത് കാണാനുള്ളത്. ഇതിൻ്റെ കേബിൾ കാർ എക്സ്പീരിയൻസ് പേടി കാരണം അത്രയ്ക്ക് ഹൈറ്റ് ആട്ടാ. എന്തെങ്കിലും ഒരു ഡാമേജ് ആയി നിന്ന് എന്ത് ചെയ്യും അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ചിന്തിച്ച് പോകണം. നാച്ചുറലാണ് കേട്ടാ. കാരണം അത്രയും ഹൈറ്റ് ഒന്നും നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്തതുകൊണ്ടും അത്ര എൻ്റെ പൊന്നെ. അതെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ബോഡി ഒന്ന് സെറ്റായി വരികയാണ്. എനിക്ക് ഈ ഒരു ഇതിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ആ ഏരിയ കൂടെ വരാട്ടാ. ഓഫ് റോഡ് അടിച്ചിട്ട് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അടിപൊളി. കൂരി വില്ലേജിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ നോക്കിയാൽ സെറ്റ് സ്ഥലം കേട്ടോ. അടിപൊളി. ഞാൻ വെറുതെ നിങ്ങൾക്ക് ആ വ്യൂ തന്നെ ഇങ്ങനെ കാണിച്ചു തരില്ല. അപ്പോൾ നമ്മുടെ എവറസ്റ്റ് കൊടുമുടി എവിടെയാണെന്ന് നോക്കുക. എവറസ്റ്റ് दीदी है माउंट एवरेस्ट किधर है देखेगा इधर है. हाँ ഓക്കെ. ഇവിടുന്ന് മൗണ്ട് എവറസ്റ്റിൻ്റെ വ്യൂ കാണുന്ന പറഞ്ഞിട്ട് പൂജൻ്റെ സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. മൗണ്ട് എവറസ്റ്റ് അതാണോ? അതാണ് എൻ്റെ മൗണ്ട് എവറസ്റ്റ്. എൻ്റെ പൊന്നെ നോക്കിയാ നിൽക്കണ്. പക്ഷെ നമ്മൾ ഈ ടൈം അല്ലാത്ത വേറെ ഏത് ടൈം വന്നാലും ഇല്ലേ നമുക്ക് ആ സാധനം അടിപൊളിയായിട്ട് കാണാനേ കഴിയില്ല. വേറെ ഏത് ഈ കാഴ്ച കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ടൈം തന്നെ വരണം. വേറെ ഏത് ടൈം വന്നാലും ആ കാഴ്ച കാണാൻ പറ്റില്ല കേട്ടോ. അതെന്നാ നമുക്കിവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും അറിയില്ല ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കണ്ടില്ലേ അടിപൊളി. ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ നടക്കുക. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ. എനിക്ക് തോന്നുന്നു ഈ അമ്പലം സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവറസ്റ്റിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ എവറസ്റ്റ് കൊടുമുടി ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ സ്ഥലം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഒരിക്കൽ അങ്ങോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം. ഇനി നമുക്ക് മോളിക്ക് കയറാണ്ട് കേട്ടോ. മോളിക്ക് കയറിയിട്ട് അതാണ് അതിൻ്റെ ഒരു അമ്പലം. അതിൻ്റെയും മോളിക്ക് കയറാണ്ട്. ഞങ്ങൾ കണ്ടില്ലേ അതാണ് ഹിൽ ടോപ്പ്, ഏറ്റവും ടോപ്പസ്റ്റ്. ആ ഒരു ഏരിയക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ മോനെ വേറെ ലെവലായിരിക്കും. ഉണ്ടല്ലേ നല്ല കഥപ്പുണ്ടല്ലേ. നമ്മ അങ്ങ് എത്തിയിട്ടാ നോക്കിയാ എത്രയോ ഉയരങ്ങളിലാണ് നമ്മൾ. ആ സീന്. അതെ നമുക്ക് ഫുള്ള് പൂജാ സാധനങ്ങളാട്ടോ. മാല ഫുള്ള് സിഗരറ്റാണ് കേട്ടോ. ഈ സിഗരറ്റ് വരെ ഒരു ഇവിടെ വന്ന് കച്ചവടം ചെയ്യണല്ലേ. സീന്. ഇവിടെ കുറേ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തിനാണ് ചോദിച്ചോക്കും. എന്തൊക്കെ സാധനങ്ങളാട്ടാ. ചിമ്പു എന്നൊക്കെ പറയണ്ടേ. എനിക്ക് പേരൊന്നും അറിയില്ല. ചോക്ലേറ്റാ. അത് മറ്റേ ചോക്ലേറ്റ് ആണ് കണ്ടില്ലേ. ഇതിന് കെട്ടിയിട്ട് കാഴ്ച കാണാൻ അല്ല നിന്ന് ഫോട്ടോ എടുക്കാൻ കെട്ടിയിരിക്കുന്ന നോക്കി. ഇതിലെങ്ങനെ വിശ്വസിച്ച് നിൽക്കുക. അക്കു കയറിയ പൊട്ടിയോണ്ട് പോവാത് നോക്കിയാ ഡേഞ്ചർ. അല്ല അത് ഹിൽ ടോപ്പ് വരണം. അതിന്റെ മണ്ടയ്ക്ക് വരണം. നല്ല രസമുള്ളൂ.
തൊപ്പി കുറച്ച് കയറ്റി വെക്കടാ. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി കാഴ്ചയാണ് ഇത്, അടിപൊളി കാഴ്ച. നമ്മൾ ഏകദേശം കേബിൾ കാർ കൊണ്ട് വിഷ്വലൊക്കെ നിങ്ങൾ വന്നല്ലോ. അത് കഴിഞ്ഞ് നമ്മളൊരു വഴി തെറ്റിപ്പോയി. പക്ഷെ എന്നാലും വഴി തെറ്റിപ്പോയാൽ നമ്മുടെ ഒരാൾ പറഞ്ഞെന്ന് കേട്ടോ, നമുക്ക് പോകേണ്ട വഴി അതിയാണ്, നിങ്ങളെ എക്സിറ്റ് കൂടെ കയറണം. അങ്ങനെ ഞങ്ങൾ വഴി തിരിച്ചിട്ട് വ്യൂ നോക്കി ഞങ്ങൾ കിടില. അപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി ആ ഒരു ഏരിയ കണ്ട, അടിപൊളി. അത് ഇവിടെ അല്ലേ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം. അപ്പൊ നമുക്ക് എന്തായാലും മെല്ലെ മോളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം പോകാനുണ്ട്. അത്യാവശ്യം നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അക്കുവിനാണ് കൂടുതൽ സീന്. വിനീതാട്ട നമ്മുടെ ക്യാമറാമാൻ ആയിരിക്കുന്നത് കുറച്ച് നേരത്തേക്ക്. വിനീതാട്ട ഫോണിൽ എടുക്കുന്ന വിഷ്വൽസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ താഴെ കമന്റ് അടിക്കും. S23 അട്ട. അപ്പോൾ ഓക്കെ, നമുക്ക് മോളിക്ക് പോവാം. ബ്രീത്ത് എടുത്തുകൂടെ അക്കുവിന് തലകറങ്ങുമെന്നൊക്കെ പറയണ്ട്. മെല്ലെ ഇതാ, ഒരുപാട് സ്ട്രെയിനേ കൊടുക്കാൻ പറ്റില്ല. മെല്ലെ കാല് വെച്ച് നടക്കണം നമ്മൾ, മെല്ലെ 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 നടക്കണം. കാണാം കേട്ടോ ടെമ്പിൾ. നമ്മളതിൻ്റെ മുകളിലെത്തി. എൻ്റെ മോനെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയാൽ രക്ഷയില്ല കേട്ടാ. ആ ടെമ്പിൾ വന്നിട്ട് ഒരു മലയിൽ നിന്ന് ജസ്റ്റ് വിട്ട് നിൽക്കണം കേട്ടോ. അപ്പം ഇത് ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റെയർ ഇട്ടിട്ട് അങ്ങോട്ട് നടക്കുക കേട്ടോ. ആഴമുണ്ടോ എൻ്റെ പൊന്നെ, നോക്കിയാൽ അങ്ങോട്ട് ഇത്രയും വിടവുണ്ട് കേട്ടോ. പേടിയുണ്ട്, എന്നാലും നമ്മൾ കയറിപ്പോവാ. ഇനി തന്നെ മണി അടിച്ച് അതെയാ, നമുക്ക് മണി അടിച്ച് കയറാട്ടോ. അയ്യോ ഭയങ്കര ഡേഞ്ചർ കേട്ടോ, അത് ഭയങ്കര പേടിയുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല, ഇതിൻ്റെ ഈ സെൻറ്ററിലെ വിടവ് വൻ സീനാണ് കണ്ടാ. ഏതാ ഫീല്. മൗണ്ട് എവറസ്റ്റ് ഇതാണെന്നാ പറഞ്ഞു. ഇത് കാണുന്നത് ഇതാണെന്നാ പറഞ്ഞ കാണുന്നത്. ആ കാണുന്നത് കുറേ എണ്ണം ഉണ്ട്. കറക്റ്റ് പ്രോപ്പർ ആകാന്ന് അറിയില്ല. അതാ പറഞ്ഞു. അത് ഇതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതാ പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം. ഒറിജിനൽ എന്താണ് ടിബറ്റൻ ഫ്ലാഗ് അല്ലേ, ഒറിജിനൽ ടിബറ്റൻ ഫ്ലാഗാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതിൽ കുറേ ദൈവികമായിട്ട് കുറേ സാധനങ്ങൾ എഴുതിയതാണ്. നമ്മുടെ അവിടേക്ക് വരുന്നത് ഇതിൻ്റെ ചെറിയ സാധനമാണ്, 1-2 ഇതേ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ വേറൊരു രക്ഷയില്ല കേട്ടോ. അവിടെ അങ്ങ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് അതാണെന്നാ തോന്നുന്നത്. അതാണോ ആ ഒരു ഏരിയയിലാണോ എന്ന് എനിക്കറിയില്ല. ഇതാണെന്നാ പറഞ്ഞത്, ഗൂഗിൾ മാപ്പ് കൺഫേം ആണ്. ഇതാണ് യെസ് ദമ്മ നമ്മുടെ മൗണ്ട് എവറസ്റ്റ്. എൻ്റെ ഉള്ളം കയ്യിൽ കാണും നിങ്ങൾ. സാധനങ്ങളെ കണ്ടത് അതേപോലെ നമുക്ക് ചുവട്ടിൽ കുറേ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് കണ്ട ഇതൊക്കെ ഞാൻ അവിടെ കണ്ടാണ്. ഇതിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാന്നുള്ളതാണ്. ഇത് എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല. ഇടയിൽ കുഞ്ഞു കുഞ്ഞു പൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട കുറേ മണികൾ, പൂട്ടുകൾ. എൻ്റെ പൊന്നെ, ഇതാ അപ്ഡേറ്റഡ് പൂട്ട്. അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയണം. അവിടെ ഒരു അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു ദൈവമുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ആ കാണുന്നത് അന്നപൂർണ്ണ ട്രെക്കിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഹിൽ ടോപ്പ് ഏരിയയാണ്, മഞ്ഞുള്ള പ്രദേശം. ഇത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറേ അധികം മലകളുണ്ട്, അതിന് എല്ലാത്തിനും ഓരോ പേരുകളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് കേട്ടോ മൗണ്ട് എവറസ്റ്റ്. ഇത് എവറസ്റ്റ് എന്നാണ് പേര്. അതുപോലെ ഓരോരുത്തരും ഓരോരോ പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് ശരിക്കും മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തെത്തിച്ചത്. കുറേ കാഴ്ചകളുണ്ട്, മനോഹരമായ ട്രഡീഷണൽ ആയിട്ടുള്ള കാഴ്ചകൾ. ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് നിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. തിരിച്ച് നമുക്ക് ഇറങ്ങാണ്ട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുരി വില്ലേജ് നിന്ന് വിട പറയാം കേട്ടോ. ഇത് കുരി വില്ലേജ് വന്നിട്ട് കാലിംഗ് ചോക്ക് എന്നാണ് ഇത് ഈ പ്ലേസിനെ പറയുന്നത്. അടിപൊളി കാഴ്ചകളാട്ടാ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നല്ല കിടിലം ഫോട്ടോസ് എടുത്തിട്ടോ, കിടിലം ഫോട്ടോസ്. ഈ കിടിലം ഫോട്ടോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് സമയമായി, ഇനിയിപ്പോൾ ഏകദേശം തിരിച്ചിറങ്ങാനായി. അവർ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് സെറ്റായിട്ടുണ്ടാകും. വെയിലും അത്യാവശ്യമായി. ഇനിയിപ്പോൾ തണുപ്പിൻ്റെ ആ ഒരു ഇത് മാറി, നമ്മൾ ഇത്രയും വെയിൽ ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ട് തിരിച്ചിറങ്ങാട്ടെ. ഇനി നമുക്ക് കേബിൾ കാറൊക്കെ ഇറങ്ങി നേരെ ചോട്ടി പോകണം. കേബിൾ കാർ വരാനും പോകാനും ഒക്കെ കൂടി ആണ് നമുക്ക് ആ ഒരു റേറ്റ് വന്നിട്ട്. നമ്മൾ കയറിയ വഴി വേറൊരു വഴിയാണ്, നമ്മൾ എക്സിറ്റ് അടിക്കുന്നത് വേറൊരു വഴിയാട്ടോ. നമ്മൾ ആ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞ് അതിൽ തിരിച്ചു പോയി, നമ്മൾ അതിൽ പോയി. ഇതിപ്പോൾ എക്സിറ്റ് അടിക്കുന്നത് വേറൊരു വഴിയാണ്. എന്തായാലും ഫസ്റ്റും കൂടെ ലാസ്റ്റായിട്ട് എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തന്നിട്ട് നമ്മൾ പോകാട്ടാ. അതാ നമ്മുടെ കൂരി വില്ലേജ് ചോടെത്തിയിട്ട് അവിടെ നിന്ന് ചൂട്ടുന്ന എന്തോ വർക്കിന് മണ്ണ് കയറ്റിട്ട് കേട്ടാ, ചങ്ങായി കയറ്റിട്ട് ഫുള്ള് സീന്. കൂരി വില്ലേജ് അതിമനോഹരമാണ് ഞാൻ പറയണ കേട്ടിട്ടല്ലോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല കൂരി വില്ലേജ് ഇത്രയും മനോഹരമാണ്. ഇതിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരി വില്ലേജ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ഗ്രാമം മാത്രമല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. അതെൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂരി വില്ലേജിൻ്റെ ഇവിടെ നിന്നുള്ളൊരു കിടിലൻ വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ചിറങ്ങാനായി. കൂരി വില്ലേജ് വേറെ ലെവല്, അത് ഇവിടുന്ന് കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമാണ്. അങ്ങനെ ഏറ്റിട്ട് വരും കേട്ടോ. അത് കണ്ടില്ല ഞങ്ങൾ തെക്കാണ്, നമ്മൾ അവൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ, പക്ഷെ ഓൻ അതൊന്നും ശ്രദ്ധിക്കുന്നത് ഇതില്ല. നിന്നിട്ടാ പട്ടിപ്പണി മോനെ എന്ന് ഇവന് എത്ര സാലറി ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു സംസാരിക്കാനൊന്നും വയ്യാവുന്നു. 4 ഫീറ്റ് വരുന്ന 12,000 സംതിങ്, 12,000 അല്ലേ? 12,605 ഫീറ്റ്, 3,842 മീറ്റർ. ഓക്കെ, കാലിഞ്ചോക്ക് അത്ര പേരാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചിറങ്ങാട്ടെ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങട്ടെ. കാലിഞ്ചോക്കാണ് ശരിക്കും ഈ ടെമ്പിളിൻ്റെ പേര്. അത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇതാണ് കാലിഞ്ചോക്ക് എന്നാണ്. അടിച്ചു നോക്കുക, അത് ഫുള്ള് സീനട്ടാ. ഏരിയ ഇറങ്ങുമ്പോൾ ഭയങ്കര ഡേഞ്ചർ കേട്ടോ, ഭയങ്കര പേടിയാവുന്നുണ്ട്. നോക്കിയോ, ഇതാണ് അവസ്ഥ കണ്ട. അക്കു ഇവിടുത്തെ ഇതും മൗണ്ട് എവറസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3000 മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. 3800 ഉണ്ട് അല്ലേ? മൗണ്ട് എവറസ്റ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നത് 8000 സംതിങ് ഇല്ലേ, 8000 സംതിങ് മീറ്റർ ഹൈറ്റ്. ഇത് വന്നിട്ട് 3000 സംതിങ് മീറ്റർ ഹൈറ്റ് കിട്ടാ. ഇത് അത്യാവശ്യം മൗണ്ട് എവറസ്റ്റ് 8849. അപ്പം ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കയറുമ്പോൾ അത്യാവശ്യം നല്ലതുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അറിയാം, മൗണ്ട് എവറസ്റ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഏരിയ തന്നെയാണിത്. ഞങ്ങൾ ഇതന്നെ വന്നത് എത്രയോ ഉയരങ്ങൾ താണ്ടിയിട്ടാണ് കേട്ടാ. പോണ വഴിയിലെ കാഴ്ചകൾ കാണാൻ കിടക്കണേ ഉള്ളൂ. സാധനങ്ങളെ കൊണ്ടുവരുന്ന കേട്ടാ, ലഗേജൊക്കെ കൊണ്ടുവരാനുള്ള റോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. അപ്പോൾ എന്തായാലും ഉണ്ട് ഇത്രയും വലിയ മുകളിൽ അടിപൊളി. പക്ഷെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് മലമുട്ടി പോയാലും അവിടെ നമുക്ക് പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ടോയ്ലറ്റിൽ പോകാനോ ബാത്റൂമിൽ പോകാനോ കഴിയില്ല. ഇതുപോലെ എല്ലായിടത്തും ടോയ്ലറ്റ് മസ്റ്റ് ആയിരിക്കും. അതൊരു വല്ലാത്ത നല്ലൊരു ഗുണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങട്ടാ. ഇനി ഒരു ചുവടെത്തിയിട്ട് കാണാം. കേബിൾ കാറിൽ കയറി നമ്മൾ റൂമെത്തിയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെഡി ആയിട്ട് ഇറങ്ങാം. അച്ഛന്മാരെ നമ്മൾ കൂരി വില്ലേജിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ, അടിപൊളിയായിരുന്നു. കൂരി വില്ലേജ് ഒന്നും വളരെയധികം മനോഹരമായിരുന്നു. ഭയങ്കര പോസിറ്റീവ് വൈബും അമ്പലവും ആ എക്സ്പ്ലോറിങ് സൺറൈസ് എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് എൻ്റെ ആക്കണം. നമ്മളെല്ലാവരും റെഡിയായി. ഇനി നമ്മൾ കൂരി വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, സി യു. ഫുള്ള് സീനായിട്ടാ. നമ്മളിവിടെ 250 രൂപയ്ക്ക് ഫുഡ് പറഞ്ഞിട്ട് അവളിപ്പോൾ 300 രൂപ പറയണേ. ഞങ്ങൾ ഇതിൽ റിവ്യൂസ് കണ്ടു, നമുക്ക് നോക്കാം എങ്ങനെ എന്തെടുക്കും എന്താണ് നോക്കാം. അക്കോ അവള് നല്ല പറ്റിക്കാൻ നോക്കിയില്ലേ? നല്ല റേറ്റ് ആട്ടെ. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാം അല്ലേ? ഫ്രണ്ടിലിരിക്കാം ഞാൻ. അവിടെ ഇരിക്കണം. നമ്മളെന്തായാലും അവള് നല്ല പറ്റിച്ച് കുറേ പൈസയൊക്കെ നമ്മളെ പറ്റിക്കാൻ നോക്കി. നമുക്ക് ഡിസ്കൗണ്ട് 1000 രൂപേൻ്റെ അടുത്ത് കിട്ടിയിട്ടാ. എന്തായാലും അടിപൊളി, നൈസ്. കുറേ അധികം നമുക്ക് പൈസൻ്റെ കുറേ അധികം സംസാരിച്ച് 1000 രൂപയ്ക്ക് ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ നമ്മൾ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നേരത്തെ വന്നതാണ്. ബട്ട് എന്നിരുന്നാലും അക്കുവിൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വന്നതാണ്. എന്തെങ്കിലും അവനെ സംസാരിക്കാന്നുള്ളത്. എന്തായാലും കാഴ്ചകൾ കണ്ടു. കൂരി വില്ലേജ് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.